നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ബീഹാറിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത് ലാലു പ്രസാദ് യാദവിൻ്റെ ചിത്രമാണ്. അതോടൊപ്പം തന്നെ ജംഗിൾ രാജ് എന്നുള്ള ഒരു പദവും നമുക്ക് എപ്പോഴും കേൾക്കാം. എന്താണ് ഈ ജംഗിൾ രാജ്? അതായത് ജംഗിൾ എന്ന് പറഞ്ഞാൽ വനം എന്നാണ് അർത്ഥം. വനത്തിലെ നിയമം ഇല്ലെങ്കിൽ അതായത് വനത്തിലെ നിയമം നമുക്കറിയാലോ, കാടൻ നിയമം, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ബീഹാർ അറിയപ്പെട്ടിരുന്നത് ബീമാരു സ്റ്റേറ്റ് എന്നാണ്. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഈ 4 സംസ്ഥാനങ്ങളെ രോഗാതുരമായ സംസ്ഥാനങ്ങൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കോൺഗ്രസും ഇന്നത്തെ ജനതാദളിന്റെ ബാക്കി കഷ്ണങ്ങളും മാറി മാറി ഭരിച്ചിരുന്ന, ഒരു തരത്തിലും നിയമം പാലിക്കപ്പെടാത്ത ജംഗിൾ രാജിന്റെ സംസ്ഥാനങ്ങളായിരുന്നു അത്. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന്. ഈ ജംഗിൾ രാജ് എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 1995-97 കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കേസിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അവർ പറയുന്നത് സ്വയം ഞാൻ വിമൽ കുമാർ ആണെന്നാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞിക്കുരനിൽ പറയുന്നുണ്ട്. കുഞ്ഞിക്കുരൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ദിലീപിന്റെ, വിമൽ കുമാർ എന്നാണ് എന്നെ സ്വയം ഞാൻ വിളിക്കാറുള്ളത് എന്ന് പറഞ്ഞ പോലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ പോലും ലാലു പ്രസാദ് യാദവിനോട് കൈകൊടുത്തുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഏത് യുഗത്തിലേക്കാണ്, ഏത് നിയമത്തിലേക്കാണ്, ഏത് കാലഘട്ടത്തിലേക്കാണ് ബീഹാറിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ ഈ പുരോഗമനം പറയുന്ന ആളുകൾ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1995-97 വരെ നടന്ന ഒരു സംഭവമാണ്. അവിടെ ബീഹാറിൽ ബി വിശ്വാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. കേവലം സാധാരണക്കാരനല്ല അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരുന്നു. ദളിത് വിഭാഗത്തിൽ നിന്ന്, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് പഠിച്ച് അദ്ദേഹം IAS കാരനായി അവിടെ ജോലി, അതായത് അദ്ദേഹം IAS കാരനായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ബീഹാറിലായിരുന്നു. 1995 കാലഘട്ടത്തിൽ അവിടെ ഭരിച്ചിരുന്നത് നോക്കൂ, അന്ന് ലാലു പ്രസാദിന്റെ ഭാര്യ റാബ്രി ദേവിയൊക്കെ ആയിരുന്നു, അവരായിരുന്നു ഭരിച്ചിരുന്നത്. ലാലു പ്രസാദ് യാദവും ഭാര്യ റാബ്രി ദേവിയും ഒക്കെ. അന്ന് അവിടെ ഉള്ള ഒരു ഹേമലത വിശ്വാസ് എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു, ഒരു വനിതാ MLA. വളരെ കയ്യൂക്കുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി ഭരിച്ചിരുന്ന ഒരു സ്ത്രീ. അതായത് അവർ പറയുന്നിടത്ത് ഭയന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ ഇവരുടെ ഗുണ്ടകൾ വോട്ട് ചെയ്ത് അങ്ങനെ ജയിച്ചിരുന്ന ഒരു കാടൻ രീതിയായിരുന്നു അവിടെയൊക്കെ. നിയമങ്ങൾക്കൊരു വിലയുമില്ലാതിരുന്ന കാലഘട്ടം. ഈ ഹേമലതയുടെ മകൻ മൃത്യുഞ്ജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, മൃത്യുഞ്ജയ് യാദവ്. ഈ മൃത്യുഞ്ജയ് യാദവ് ഈ ബി വിശ്വാസിന്റെ ഭാര്യ ചമ്പ വിശ്വാസ് എന്ന സ്ത്രീയെ ബലമായി പിടിച്ചു കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം ഒരു IAS ഓഫീസറുടെ കുടുംബത്തിൽ പോലും ഇങ്ങനെയുള്ള ക്രൂരതകളും കയ്യേറ്റങ്ങളും കാണിക്കുന്നത് എന്ന് വെച്ചാൽ സാധാരണക്കാർ അവരോട് ചോദ്യം ചോദിക്കാൻ പോലും ഭയക്കണം. ഒരു IAS ഓഫീസറുടെ കുടുംബത്തിന് ഇങ്ങനെയാണ് അനുഭവം എങ്കിൽ മറ്റാരും അവർക്കെതിരെ വിരൽ ചൂണ്ടാൻ പോലും തയ്യാറാവില്ല എന്നുള്ളതായിരുന്നു. അവർക്കെതിരെ ഒരു രാജശാസനം പോലെ അവർക്കെതിരെ ആരും ശബ്ദിക്കാൻ പോലും ശേഷിയില്ലാത്ത അത്രയും കടൻ ഭരണമായിരുന്നു അവരുടേത്. എല്ലാ മേഖലയും അടിച്ചമർത്തിക്കൊണ്ട് ഈ ചമ്പ വിശ്വാസിനെ, ബി വിശ്വാസിന്റെ ഭാര്യയെ 1995 ബലമായി വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ദിവസങ്ങളോളം സ്വന്തം വീട്ടിൽ ഈ മൃത്യുഞ്ജയ് യാദവ്, അതായത് ഹേമലത യാദവിന്റെ മകനായിട്ടുള്ള അവിടുത്തെ MLA ആണ്, RJDയുടെ പ്രമുഖ നേതാവാണ് ആ സ്ത്രീ. അവരുടെ മകൻ പിടിച്ചുകൊണ്ടുപോയി വീട്ടിൽ പൂട്ടിയിട്ടു. അയാൾക്ക് തോന്നുന്നത് വരെ മാനഭംഗപ്പെടുത്തുന്നു, പിന്നീട് വീട്ടിൽ കൊണ്ടുവെക്കുന്നു. അയാൾക്ക് വീണ്ടും തോന്നുമ്പോൾ പിന്നെയും തിരിച്ച് കൊണ്ടുപോകുന്നു. ഒരാൾക്കും ചോദിക്കാൻ ശേഷിയില്ലാതെ. അതുപോലെ ഇടയ്ക്കിയാൾ വരുന്നു. ഈ ബി വിശ്വാസിന്റെ അനന്തിരവളെ, അവിടുത്തെ വീട്ടുകാരെ, അയാൾക്ക് ഒരു IAS ഓഫീസറായ അദ്ദേഹത്തിന് പോലും ഒന്ന് പ്രതികരിക്കാൻ പോലും ധൈര്യപ്പെടാനാവാത്ത വിധം അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീകളുടെ മാനം ആ കാട്ടു മൃഗം തൻ്റെ കാൽ കീഴിലിട്ട് അരച്ച് ചവയ്ക്കുന്നു. ചോദിക്കാൻ പോലും, അതിൻ്റെ പരാതിപ്പെടാൻ പോലും ആർക്കുമില്ല. ഈ സ്ത്രീ 1997 ഒരു പരാതി നൽകുകയുണ്ടായി.
ഈ പരാതി ലാലു രാബ്രി ദേവി, മുഖ്യമന്ത്രി രാബ്രി ദേവിയുടെ അടുത്ത് പോയി അപഹസിച്ചയച്ചു. ഈ ചമ്പാ വിശ്വാസ് അതിനുശേഷം ലാലു പ്രസാദ് യാദവിനോട് ഈ പരാതി പറഞ്ഞു. ഈ ലാലു പ്രസാദ് യാദവ് ഈ പുരോഗമന ജനാധിപത്യം പറയുന്ന ആളുകളുടെ മിശിഹയായിട്ടുള്ള മിശിഹ എന്നാണ് ഈ ലാലു പ്രസാദ് യാദവിന്റെ കാട്ടുകളനായിട്ടുള്ള കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിലിലകത്തായ ഈ കാട്ടുകളനെ മിശിഹ എന്നാണ് ഇവർ വിളിക്കുക. ഈ പുരോഗമന ജനാധിപത്യം പറയുന്ന ആളുകൾ നീ ചത്തില്ലേ എന്നാണ് ഈ സ്ത്രീയോട് എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യ മൃഗത്താൽ ചവിട്ടി അരക്കപ്പെട്ട ഈ സ്ത്രീയോട് ചോദിച്ചത്, ആ മനുഷ്യൻ ചോദിച്ചത്, നീ ഇനിയും ചത്തില്ലേ എന്നാണ്. നോക്കൂ, 1998 BJPയുടെ നേതാവ് സുശീൽ കുമാർ മോദി അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഈ ഇരയുടെ അനുവാദത്തോടു കൂടി ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയുണ്ടായി. BJPയുടെ പിന്നീട് ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സുശീൽ കുമാർ മോദി, നമുക്കറിയാം ഈ സുശീൽ കുമാർ മോദി ഒരു ആലപ്പുഴക്കാരിയായിട്ടുള്ള മലയാളിയായ യുവതിയാണ്, ഒരു ക്രിസ്ത്യൻ യുവതിയാണ് വിവാഹം ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുപ്രകാരം നമുക്ക് ഈ മലയാളികളോട് ബന്ധമുള്ള ഈ സുശീൽ കുമാർ മോദി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇത് പറഞ്ഞു. ഈ ഇവരുടെ ഭാഗ്യം എന്നതും ആ സമയത്താണ് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത്. ഇവർക്ക് കൃത്യമായിട്ട് ഇതിൽ കോടതി ഇടപെടലുകൾ ഉണ്ടായി, അന്വേഷണമുണ്ടായി, കോടതി ഇയാളെ ശിക്ഷിക്കുകയുണ്ടായി. 10 വർഷത്തെ തടവിന് ഇയാളെ ശിക്ഷിച്ചു. അതായത് 2002 10 വർഷത്തെ തടവിന് ഈ ധനഞ്ജയ് കുമാർ വിശ്വാസിനെയും യാദവിനെയും ഹേമലത യാദവിനെയും 3 വർഷത്തിനും തടവിന് ശിക്ഷിക്കുകയുണ്ടായി. ഈ സ്ത്രീ അതിനിടയിൽ ഈ വിധി വരുമ്പോഴത്തേക്കും ഈ സ്ത്രീ ശിക്ഷാ നടപടി കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വിടുതൽ കിട്ടി, പക്ഷെ അവർ മരണപ്പെട്ടു. അതിനുശേഷം നിങ്ങൾ നോക്കൂ, 2004 വാജ്പേയി അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. വീണ്ടും അവർ ഈ ലാലു പ്രസാദ് യാദവിനടക്കം ഇടതുപക്ഷത്തിനടക്കം അധികാരമുള്ള ഇടതുപക്ഷം UPA 1ാം സർക്കാർ വരുന്നു. ഈ ഇടതുപക്ഷവും ലാലു പ്രസാദ് യാദവും എല്ലാം കോൺഗ്രസിന് പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒരു സർക്കാർ വരുന്നു. തെളിവുകളെല്ലാം അട്ടിമറിക്കപ്പെടുന്നു. ഈ കേസ് സുപ്രീം കോടതി തള്ളുന്നു. സുപ്രീം കോടതി പ്രകാരം ഈ അധികാരമുള്ള ഈ മനുഷ്യമൃഗങ്ങൾ സ്വാധീനിച്ചിരിക്കാം എന്ന് പറയാമല്ലോ. അതിനിടയിൽ BV വിശ്വാസ് മരണപ്പെടുന്നു. ഈ സ്ത്രീ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ കൽക്കത്തയിലേക്ക് നാടുവിടുന്നു, ബീഹാറിൽ നിന്നും. ചമ്പാ വിശ്വാസ് നോക്കൂ, ഇതാണ് ഒരു IAS ഓഫീസർക്ക് പോലും ബീഹാറിൽ അനുഭവിക്കാൻ സാധിച്ച അവരുടെ ജീവിതം ഇപ്രകാരം ഈ രാഷ്ട്രീയ വേതാളങ്ങളാൽ ഈ ചെകുത്താന്മാർ ചവിട്ടിയരക്കപ്പെട്ടു. അപ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അത്തരം ഒരു ഇരുണ്ട യുഗത്തിലേക്കാണ് ഈ ബീഹാറിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ തിരിച്ചുവിടണമെന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് അതിലും വളരെ മോശമായിരുന്നു. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ അധികാരത്തിൽ വന്നു. കുറ്റവാളികളെ സ്പോട്ടിൽ വെടിവെച്ചു കൊല്ലും. നമുക്ക് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ അങ്ങനെ വെടിവെച്ചു കൊല്ലൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അതും ന്യായീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ഉത്തർപ്രദേശും ഇന്ന് ഈ ജംഗൽ രാജിൽ നിന്ന് മോചിതമായിരിക്കുന്നു. അങ്ങനെ ബീമാരു സ്റ്റേറ്റുകൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇതുപോലെ കാട്ടാളന്മാർ ഭരണം കൈയാളിയിരുന്ന സംസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വരുന്നു. NDAയുടെ ഭരണത്തിലൂടെ അത് തുറന്നു പറയുകയാണ്. ഈ സംസ്ഥാനങ്ങളെല്ലാം അവിടുത്തെ സാധാരണക്കാർ പുഴുക്കളെ പോലെ കഴിഞ്ഞിരുന്ന ആളുകൾ ശിരസുയർത്തിക്കൊണ്ട് മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയത് NDAയുടെ ഭരണമാണ്. ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പിന്നെയും ലാലു പ്രസാദ് യാദവിന്റെ മകനായിട്ടുള്ള തേജസ്വി യാദവിനെ അധികാരത്തിൽ ഏറ്റണമെന്നാണ് സോ കോൾഡ് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ വേതാളങ്ങൾ ഇന്ന് ഇവിടെ ഉറക്കെ പറയുന്നത്. ഓരോ സമൂഹ മാധ്യമങ്ങളിലും ഇവർ കരയുന്നു NDA സർക്കാർ ഫാസിസ്റ്റുകളാണെന്ന്. ഫാസിസം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്കേ അത് അറിയൂ. ചമ്പാ വിശ്വാസിന് അതറിയാം. ബീഹാറിലെ, മധ്യപ്രദേശിലെ, ഉത്തർപ്രദേശിലെ, രാജസ്ഥാനിലെ അങ്ങനെ ഒട്ടനവധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോടാനുകോടി സാധു ജനങ്ങൾക്കിതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഉപ്പുവെച്ച കലം പോലെ കോൺഗ്രസ് ഇല്ലാതാകുന്നതും ഈ ഒന്നുമല്ലാതെ മാറ്റി പട്ടി നക്കിയ കലം പോലെ ഈ ജനതാദളിനെ പോലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റി നിർത്തപ്പെടുന്നതും. നമ്മൾ മനസ്സിലാക്കുക, രാജ്യം മുന്നോട്ടാണ് പോകേണ്ടത്. ലോകം മുന്നോട്ട് ചലിക്കുമ്പോൾ അതോടൊപ്പം ഈ രാജ്യവും മുന്നോട്ട് ചലിക്കണം.
റെയിൽവേ പാളങ്ങളിൽ അതിരാവിലെ വെളിയിട വിസർജനം നടത്തുന്ന സഹോദരിമാരുടെ കാഴ്ചകൾ ഈ രാജ്യത്ത് നിന്ന് മായ്ക്കാൻ ആദ്യമായി സ്വച്ഛ് ഭാരത് എന്ന് ആഹ്വാനം ചെയ്ത ഒരു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി എല്ലാ അർത്ഥത്തിലും കുടിവെള്ളത്തിന് കിലോമീറ്ററുകൾക്കകലെ യാത്ര ചെയ്യേണ്ട സ്ത്രീകളുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവർക്ക് ഹർഘർ ജൽ എന്നുള്ള പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി. ജൻധൻ അക്കൗണ്ട് പോലെ ബാങ്കിന്റെ ഏഴായാലത്ത് പോകാൻ കഴിയാത്ത കോടാനുകൂടി ദരിദ്ര നാരായണന്മാർക്ക് ജൻധൻ അക്കൗണ്ടിലൂടെ അവർക്ക് സൗജന്യ അക്കൗണ്ട് എടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് 500 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തൊരു പ്രധാനമന്ത്രി. ചികിത്സിക്കാൻ കിഡ്നി പണയം വെക്കൽ, കുടുംബത്തിന്റെ അവസാന സമ്പത്തും പണയം വെക്കേണ്ട ഒരു ഗതികേടിൽ നിന്ന് പാവങ്ങളെ സംരക്ഷിച്ച പ്രധാനമന്ത്രി. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് തുക, അങ്ങനെ ഒട്ടനവധി ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ രാജ്യത്തെ പതുക്കെ 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 പുരോഗതിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ അടിയന്തരാവസ്ഥയുടെ കരാള ഹസ്തങ്ങളിലേക്ക് വീണ്ടും ഈ രാജ്യത്തെ പിടിച്ചേൽപ്പിക്കുവാൻ, ഈ ജംഗിൾ രാജിന്റെ കാട്ടാളന്മാരുടെ കാൽ കീഴിൽ ചവിട്ടിയരക്കപ്പെടാൻ, നമ്മുടെ സഹോദരിമാരുടെ ജീവിതങ്ങളെ തിരിച്ചു കൊടുക്കുവാൻ പ്രയത്നിക്കുന്ന ആളുകളോട് മാനിഷാത പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുക. മാറ്റി നിർത്തിയേ പറ്റൂ. നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ ബാധിക്കുന്നതാണ്. അത് നമ്മുടെ പിൻതലമുറയ്ക്ക് അന്തസ്സോടുകൂടി ഇവിടെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് നമ്മളാണെന്ന് മാത്രം അതിൽ നിന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഒട്ടും പിന്നോട്ട് മാറരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.